ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കൂടിൻ്റെ അപ്ഡേഷൻസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലോഫ്റ്റിൽ ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ ആഴ്ച ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഒരു ലോഫ്റ്റ് അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും നമ്മുടെ കൂട് ലോഫ്റ്റ് മൊത്തത്തിൽ ഒരു ഇറുവിയ മട്ടിലായിരുന്നു. ഭയങ്കര കൺജസ്റ്റഡായിട്ട് കൂടൊക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് സമയത്തൊക്കെ അതിൻ്റെ അത് നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ കൂടൊക്കെ ഒഴിവാക്കി, മെയിനായിട്ട് കുറച്ച് പ്രാവുകൾ ഒഴിവാക്കിയിട്ട് അതിനെ ഒഴിവാക്കിയ കൂടുകൾ പൊളിച്ച് കളഞ്ഞു. എന്നിട്ട് പുതിയ കൂട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ഇരുന്ന നമുക്ക് ആവശ്യമുള്ള കൂടുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു 60% വർക്ക് റിനോവേഷൻ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ പുതിയ കൂടൊക്കെ വെച്ച സ്ഥിതിക്ക് നമ്മളിവിടെ പറത്തി തുടങ്ങിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിറവൂരി വിട്ട ഒരു 3 പ്രാവുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ചുറ്റിച്ച് വെച്ച പ്രാവുകളാണ് നിങ്ങൾ ആ മോളിൽ കാണുന്നത്, ആ കൂട്ടി കിടക്കുന്ന പ്രാവുകളൊക്കെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങനെ നമ്മളെ കൂട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കപ്പം വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് മുമ്പ് ഇവിടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോർഷനിൽ വലിയൊരു കൂടുണ്ടായിരുന്നു. ഒരു 7 അടി ഹൈറ്റൊക്കെ ഉള്ളൊരു വലിയ കേജ് ഉണ്ടായിരുന്നു. പട്ടിക്കൂടും പ്രാവിൻ്റെ കൂടും ഒക്കെ ആയിട്ട് വലിയൊരു കേജ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ മോഡെന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഈ മോഡ് മൊത്തത്തിൽ മറഞ്ഞിട്ടായിരുന്നു കൂടിരുന്നത്. അപ്പോൾ പ്രാവിനെ പറത്തുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഷീറ്റേ കാണാൻ പറ്റുള്ളൂ, മറയും. നമ്മൾ ആ സ്റ്റെയർ കേസിൻ്റെ അത് ആ ഒരു എൻഡിലൊക്കെ പോയി നിന്ന് നോക്കിയാലേ പ്രാവിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഭാഗത്തോട്ടൊക്കെ പ്രാവ് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങോട്ടുള്ള ഇവിടെ കൂടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളെ മോഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു മറവായിരുന്നു. അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. കാര്യം ആ കേജ് നമ്മൾ പൊളിച്ച് ഇത് നമ്മുടെ പുതിയ ഹവായി കൂടാണ്. പ്രാവിനെ വെയിൽ കൊള്ളിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് നമ്മുടെ ഈ പട്ടികയൊക്കെ യൂസ് ചെയ്യുന്ന 3 അടിയുടെ ആ ഒരു ചൈന കേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇത് സാധനം എനിക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. ഇതുപോലത്തെ വേറെ 2 കേജ് എനിക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയ ഒരു കേജാണ്. നമ്മൾ അതിനെ ഇവിടെ കൊണ്ടുവന്ന് ആക്രിക്കടയിൽ നിന്ന് തന്നെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്ത് അതിൽ ഒരു എല്ലാത്തിലും ഓരോ എൽ ക്ലാമ്പും വെച്ച് അങ്ങനെ കെട്ടുകമ്പിക്ക് കെട്ടി സെറ്റ് ചെയ്ത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേജായിട്ട് നമ്മൾ ഹവായി കൂട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഹവായി കൂട്. നമ്മുടെ പഴയ ഹവായി കൂട് മുകളിൽ ഇരിപ്പുണ്ട്. അത് നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ വീഡിയോ ഇടുന്ന സെയിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ ആ ഹവായി കൂട്ടിൽ പ്രാവിനെ ഇട്ട് വീഡിയോ എടുത്തിട്ടാണ് അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഈ തടിയൊക്കെ കുറച്ച് ചെത്ത് പോയിട്ടുണ്ട്. നല്ല രീതിക്ക് തടിയൊക്കെ പഴക്കം വന്ന് അങ്ങനെ ചെത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ച് പുതിയത് ഇതേപോലെ സ്റ്റാൻഡ് ചെയ്ത് മുകളിൽ ഒരു കൂടും കൂടെ നമ്മൾ വയ്ക്കുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ പഴയ പ്രാവ് വന്നിറങ്ങുന്ന ആ സ്റ്റാൻഡും കാര്യങ്ങളുമൊക്കെയാണ്. ഓക്കെ, പിന്നെ ഈ കോർണറിൽ നമ്മളൊരു വെയിൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ മെയിലൊക്കെ എടുത്ത് വെയിൽ കൂട്ടിയിടാനുണ്ടെങ്കിൽ മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വെയിൽക്കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ രാത്രി വെളിച്ചത്തിന് വേണ്ടിയിട്ടൊരു സ്ട്രീറ്റ് ലൈറ്റാണ് സെറ്റാക്കിയിട്ടുള്ളത്. അതും 1 ഇഞ്ച് പൈപ്പിൽ നമ്മൾ തന്നെ തനിയെ സെറ്റാക്കി എടുത്തതാണ്. അതിൻ്റെ കേബിൾ അതുവഴി ഇങ്ങനെ സൈഡിൽ കൂടെ വലിച്ച് അകത്ത് സ്വിച്ച് ബോർഡിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ അടുത്തുള്ള പണിയെന്ന് പറഞ്ഞാൽ ആ കാണുന്ന നെറ്റൊക്കെ ഫുൾ അഴിച്ചിട്ട് പുതിയ നെറ്റ് അവിടെ സെറ്റാക്കണം. മൊത്തം ചുറ്റി അടിക്കണം. 3 സൈഡ് ചുറ്റി അടിക്കും. ഈ സൈഡ് ഓപ്പണാണ്, ആ ബാക്കി 3 സൈഡ് നമ്മൾ ചുറ്റി അടിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ പുതിയ കൂടെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുതിയ കൂട്. ഇത് മൊത്തത്തിലൊരു 45 അറയുണ്ട്. എല്ലാ കൂട്ടിലും ഇപ്പം ഞാൻ ഇവിടെ ഇല്ലെങ്കിലും വീട്ടിലുള്ളവർക്ക് കയറിയിട്ട് തീറ്റയും വെള്ളമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കൂട്ടിലും വേസ്റ്റ് ട്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സെയിലിനിട്ടിരുന്ന ജോഡിയാണ് കേട്ടോ.
എല്ലാ കൂട്ടിലും ഇതുപോലെ വേസ്റ്റ് ട്രേയും കാര്യങ്ങളും ഉണ്ട്. ഈ നെറ്റിൻ്റെ ഫ്രെയിം, അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ഷീറ്റ്, പിന്നെ നമുക്ക് ഈ തടിയുടെ തട്ടൊക്കെ ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ കൂട്ടിലും ഉണ്ട്. കംപ്ലീറ്റ് കൂട്ടിലും നമുക്ക് വേസ്റ്റ് ട്രേയും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട്. കൂടിൻ്റെ അളവ് വരുന്ന 1.5x 1.5 കേട്ടോ. 1.5x 1.5 ആണ് കൂട് ചെയ്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, എല്ലാ കൂട്ടിലും നമ്മൾ ട്രേ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കണ്ട അതിൻ്റെ അടിയിൽ ഒരു മെറ്റൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വേസ്റ്റ് ഷീറ്റ് വീണ് കിടക്കും. അപ്പോൾ തടി വലുതായിട്ട് കേടാവത്തില്ല. അങ്ങനെ എല്ലാ കൂട്ടിലും ട്രേയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഫീഡിംഗ് ബോക്സ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് താൽക്കാലികമാണ്. അത് അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമല്ല. ഞാൻ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് തുറന്നുവിടാൻ പറ്റാത്തൊരു സമയത്ത് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒന്നിൽ വെള്ളവും ഒന്നിൽ തീറ്റയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് മൊത്തത്തിലൊരു 45 അറ കൂടാണ്. എന്നുവെച്ചാൽ 15 അറയുടെ 3 കൂടുകളാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് അടുക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഫസ്റ്റ് ഇരിക്കുന്ന ഈ കൂടും അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കൂടും അത്യാവശ്യം വലിപ്പമുള്ള കൂടുകളാണ്, ജോഡി ഇടാൻ പറ്റിയ കൂടുകളാണ്. പക്ഷെ നമ്മൾ സിംഗിൾ ബേഡ്സ് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഇതിലിപ്പോൾ കുറച്ച് ജോഡികളാണ്, നമ്മൾ പൊളിച്ച കൂട്ടിലൊക്കെ കിടന്ന ജോഡികളാണ് പറക്കി ഇതിൽ സെറ്റാക്കി ഇട്ടേക്കണേ. പിന്നെ ഇത് സിംഗിൾ പ്രാവ് ഇടാൻ പറ്റിയ ഒരു അടിപൊളി കൂടാണ്. 15 അറ സിംഗിൾ ബേഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കൂടാണ്. പിന്നെ നമ്മൾ കയറ്റിയ സമയത്ത് ഇതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ കുറേ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലത്തെ ഈ ഡോറിൻ്റെ നെറ്റൊക്കെ കുറേ കഥ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പച്ച നെറ്റായിരുന്നുകൊണ്ട് ദ്രവിച്ചിരുന്നതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കയറ്റിയ സമയത്ത് അതായത് ഇവിടെ താഴേന്ന് ഇതുവഴി ഇങ്ങനെ വലിച്ച് കയറ്റുകയാണ് ചെയ്തത്. അന്നേരം കുറച്ചൊക്കെ ഡാമേജ് നെറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. വേറെ കൂടിനൊന്നും വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷം നമ്മളെ ലോഫ്റ്റിൽ നടന്നിട്ടുള്ളതിൽ ഒരു വലിയൊരു മാറ്റമാണ്, വലിയൊരു അപ്ഡേഷനാണ്. ഒരു 45 അറ കൂട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചുറ്റിച്ച് വെച്ച ബേഡ്സാണ്. നമ്മളെ ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു കൂട്ടിൻ്റെ മണ്ടയിലാണ് ഇതൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ കൂടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പിഴുത് വിട്ടേക്കാണ്. മോഡൊക്കെ ഒന്നുകൂടെ സെറ്റായിട്ട് ഓട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് പിഴുത് വിട്ടേക്കാണ്. കുഞ്ഞന്മാരാണ്, ഒരു 3 കല്ലി 4 കല്ലിയൊക്കെ ആയ കുഞ്ഞന്മാരാണ്. ഓക്കെ, അപ്പോൾ അവന്മാരെ ഇങ്ങനെ പിഴുത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മളടുത്ത് ഇതുപോലെ ഹവായി കൂട്ടിലിടും, ഇറക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിവിടെ ഉള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാലജൻ നമ്മൾ പള്ളിച്ചൽ കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടിട്ടേക്കാണ്. അതിനെടുത്തോണ്ട് വന്ന് ആ നീണ്ട് നിൽക്കുന്ന ആ പൈപ്പ് കണ്ടില്ലേ, ആ പൈപ്പിൽ സെറ്റാക്കണം. മുന്നേ അവിടെ തന്നെ വെച്ചിരുന്ന മുന്നേ ആ പൈപ്പിലും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൈപ്പിലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് ആ മുമ്പ് അവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വള്ളിയായിരുന്നു ആ തെങ്ങ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇങ്ങോട്ടാണ് വെച്ചിരുന്നത്. അപ്പം ഇപ്പോൾ ആ തെങ്ങൊക്കെ മാറി, അപ്പം അവിടെ നല്ല ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പിൽ നമ്മൾ ഹാലജൻ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്ഡേഷൻസ് വരുന്നത്. അപ്പോൾ നിലവിൽ ഇതാണ് നമ്മളെ കൂട്ടിലുള്ള മാറ്റം. പിന്നെ നമ്മുടെ ഈ കാണുന്ന ഇത്രയും കേജ് മുന്നേ വെളിയിലോട്ട് തിരിച്ചാണ് വെച്ചിരുന്നത്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, പുറത്തോട്ട് തിരിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പം മറ്റേ കൂട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ കേജ് കംപ്ലീറ്റ് എടുത്ത് അകത്തോട്ട് തിരിച്ച് വെച്ച്. മുന്നേ ഇവിടെ ഇത്രയും സ്പേസ് ഇല്ലായിരുന്നു, ഈ ഷെഡിൻ്റെ അകത്ത് ഇത്രയും സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. ഏകദേശം ആ സ്റ്റൂൾ കിടക്കുന്നില്ലേ, ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരാൾക്ക് അങ്ങോട്ട് പോവാം, ഒരാൾക്ക് ഇങ്ങോട്ട് വരാം, അത്ര ഒരു സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പേസൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഈ കൂട് ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ താഴത്തെ തട്ട് ഫ്രണ്ട് നെറ്റ് ഇളക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ഡോർ ഇട്ടെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം നെറ്റ് ഇളക്കാൻ പോവുകയാണ്. അത് സെറ്റാക്കിയിട്ട് അതിനെ ഡോറിട്ട് ഇതിൽ കിടക്കണ പ്രാവിനെ പിടിച്ച് അതിൽ ഇട്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് പൊളിക്കാൻ. അങ്ങനെ നടക്കത്തുള്ളൂ. ഒരു സമയം ഒരു സെക്ഷൻ്റെ പരിപാടി മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതെല്ലാം പൊളിച്ച് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതെല്ലാം പൊളിച്ച് സെറ്റാക്കണം. അതുപോലെ തന്നെ ഈ കാണുന്ന നെറ്റ്
കംപ്ലീറ്റ് പൊളിക്കണം. പിന്നെ ഇതൊക്കെ നമ്മളെ പഴയ കൂടുകളാണ്. ഇതിൻ്റെയൊക്കെ നെറ്റൊക്കെ ഇച്ചിരി പഴയതായി. പുറത്തുള്ള നെറ്റ് കുഴപ്പമില്ല, അകത്തുള്ള നെറ്റിലൊക്കെ ഹോളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി പൊളിക്കണം. ഈ കൂട് മൊത്തത്തിൽ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ളതാണ്. ഒരു 8 അറ കൂട്. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇളക്കി ക്ലീൻ ചെയ്ത് താഴെ ഇറക്കിയിട്ട് ഒരു കൊടുക്കാനുള്ള സെറ്റപ്പാണ്. ബ്രീഡിങ്ങിന് പറ്റിയ കേജാണ്. ഇതിൽ ഫീഡർ വയ്ക്കാനുള്ള ഹോള്, പിന്നെ വെള്ളം വയ്ക്കാനുള്ള ഹോള്, കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഫീഡറില്ല, കേജ് മാത്രമാണ് കൊടുക്കാൻ പോണം. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്ത് ഇനി താഴെ ഇറക്കണം. നല്ല സെറ്റപ്പ് കൂടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമ്മളെ ലോഫ്റ്റിൽ വന്നിട്ടുള്ളത്. ഒരുപാട് കൂടുകൾ നമ്മൾ ഒഴിവാക്കി, പുതിയ കൂടുകൾ വെച്ച് അപ്പം അങ്ങനെ പറത്താൻ വേണ്ടിയിട്ട് ഒരു 3 കുഞ്ഞന്മാരെ പിഴുത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ പ്രാവുകളുണ്ട്, നമ്മളെ കൈപ്രാവായിരുന്ന പ്രാവുകളുണ്ട്. അവന്മാരെ സെറ്റാക്കിക്കൊണ്ട് വരികയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 10 ദിവസത്തിനകത്ത് നമ്മൾ ഒട്ടിച്ചു തുടങ്ങും പ്രാവുകളെ. അപ്പം നമുക്ക് ടൂർണമെൻറ്റ് ഈ വർഷം വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം അതിൻ്റെ സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞ്, പേര് കൊടുക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞ്. നമ്മൾ കഴിഞ്ഞ വർഷമേ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് 1-2 ഹോസ്പിറ്റൽ കേസും പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിലേ ആയി, മൊത്തത്തിൽ ഡിലേ ആയി. ഇല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ ഇതിനു മുമ്പേ വരാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഡിലേ വന്നാൽ നമ്മൾ അത് ലാസ്റ്റ് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം നമ്മൾ എന്തായാലും ചുറ്റിച്ചു തുടങ്ങും. നമ്മളെ പറവ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ, പ്രാവ് പറക്കണതും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് യൂട്യൂബിൽ ലൈവ് ഇടണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രാവിനെ പറത്തണതും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിനിയിപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ജസ്റ്റ് ഒരു 3-4 മണിക്കൂറൊക്കെ ചുറ്റിച്ചിട്ട് അങ്ങനെ റെസ്റ്റിൽ ഹോൾഡ് ചെയ്ത കുറച്ച് ബേർഡ്സ് ഉണ്ട്. അവരെല്ലാം കൂടെ ഞാൻ ഒരു കൂട്ടിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചുറ്റിച്ചിട്ട് മുറിച്ചിട്ട പ്രാവുകളാണ്. ഇപ്പം ചിറവെല്ലാം കൊഴിഞ്ഞ് ഫുള്ളായി കിടക്കുകയാണ്. എല്ലാം നല്ല കിടിലം ബേർഡ്സാണ്. നമ്മൾ 4-ാം കല്ലിയിൽ ചുറ്റിച്ച് അങ്ങനെ ഇട്ടേക്കുന്ന ബേർഡ്സാണ്. ഇതിലിപ്പം എനിക്ക് തോന്നുന്നു ഒരു ഫീമെയിലേ ഉള്ളൂ. ആ ഒരു കോർണറിലേക്ക് ആ ഒരു വൈറ്റ് മാത്രമേ ഫീമെയിലുള്ളൂ. ബാക്കി എല്ലാം മെയിലുകളാണ്. ഞാൻ ഇവിടെ കൂടുതൽ മൂത്ത കുഞ്ഞുങ്ങളാണ് പറത്തി സെറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നത്. കണ്ടല്ലോ, ഇതിൽ ഈ വെള്ളയും ആ വെള്ളയും അത് ഒരു ചൂലിലെ പ്രാവാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വെള്ളക്കയറയില്ലേ, വെള്ളക്കയറ 3ഉം ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ്. സെയിം പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ്, ഒരേ ലൈനിൽ. ഓക്കെ, പിന്നെ അത് സബ്ജ വേറൊരു പാരൻറ്റിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അവന്മാരെയൊക്കെ നമ്മളിങ്ങനെ ചുറ്റിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ വർഷം വിടണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മോഡ് മൊത്തത്തിൽ മാറിയോണ്ട് നമുക്കൊരു കൺഫ്യൂഷനുണ്ട്, അവന്മാരെ പറത്തണോ വേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ബേർഡ്സൊക്കെ നല്ല ഹെവി റിസൾട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബേർഡ്സിനെ. ഓക്കെ, അവന്മാരെയൊക്കെയാണ് നമ്മളിങ്ങനെ പറത്തി ചുറ്റിച്ച് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ബേർഡ്സ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഈ ലൈനിലെ ബേർഡ്സൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ കൊടുക്കുന്നത്. വെള്ളക്കയറയും വെള്ളയൊക്കെയാണ് നമ്മുടെ മെയിൻ ലൈൻ എന്ന് പറയുന്നത്. നല്ല ഹെവി ബേർഡ്സാണ്. അപ്പോൾ ഈ ബേർഡ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചുറ്റിച്ചിട്ട് മുറിച്ചിട്ട പ്രാവുകളാണ്. അപ്പോൾ ഈ വർഷം അവന്മാരെ വിടണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. കാര്യം അവന്മാർ ആ ഫ്രണ്ടിൽ ഇരുന്നൊരു വലിയ കേജിൻ്റെ മണ്ടയിലാണ് കൂടുതലും പ്രാവുകൾ വന്ന് ചവിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അവർ ഇറങ്ങാതെ പോവോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിടണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന് 1-2 ഞാൻ വിട്ടുപോകും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വെള്ളയിലും വെള്ളക്കയറയിലൊക്കെ ഉള്ള നമ്മളെ മെയിൻ ലൈനിലുള്ള ബേർഡ്സാണ്. എല്ലാം ഒരു വയസ്സായ ബേർഡ്സാണ്. ജസ്റ്റ് 1 വയസ്സായ ബേർഡ്സാണ്. കൂടുതലും മെയിലുകളാണ് അതിനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ആ 2 ലൈന് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് കാണിച്ചു തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച നമുക്ക്
ഒരു ലോഫ്റ്റ് അപ്ഡേഷനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വിശേഷങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്ന. കാര്യം പണിത്തിരക്കും കാര്യങ്ങളും ഉണ്ട്, അപ്പോൾ സമയത്തിൻ്റെ കുറവുണ്ട്, അങ്ങനെ ബാക്കി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പം ഒരാഴ്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ആഴ്ച നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആഴ്ചയിലൊരു 3 വീഡിയോ ചെയ്യാനുള്ള പ്ലാനിങ് ആയിരിക്കും. നമ്മുടെ വ്യാഴാഴ്ച വരുന്ന വീഡിയോസ് പ്യുവർലി നമ്മളെ ലോഫ്റ്റ് അപ്ഡേഷൻസും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മളെ കൂട്ടിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, ബ്രീഡിങ്ങിനായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെ ബ്രീഡ് ചെയ്യാം, 2 കുഞ്ഞുങ്ങളെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.